ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തേർഡ് സെമസ്റ്റർ എക്സാം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ തേർഡ് സെമസ്റ്ററിലേക്കുള്ള ഒറ്റത്തവണ സപ്ലിമെൻ്ററി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. MA MSc MCom സ്റ്റുഡൻസിൻ്റെ SDE സ്റ്റുഡൻസിൻ്റെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ തേർഡ് സെമസ്റ്ററിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. 2019 അഡ്മിഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ, മറ്റുള്ളവർക്കല്ല. അപ്പോൾ പ്രത്യേകം ഓരോ കാര്യങ്ങളും പറയുന്നത് പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2019 ഡിസ്റ്റൻസായിട്ട് കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ തേർഡ് സെമസ്റ്ററിൽ അവരുടെ നോർമലായിട്ടുള്ള സപ്ലിമെൻ്ററി ചാൻസുകൾ കഴിഞ്ഞവരാണ്. അവർക്ക് വേണ്ടിയിട്ട് തേർഡ് സെമസ്റ്ററിലേക്കുള്ള വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷെഡ്യൂളാണ് അടുത്തതായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. MA MSc MComകാരുടെ. അപ്പോൾ ഈ ഒരു ഓൺലൈൻ എക്സാം രജിസ്ട്രേഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സെപ്റ്റംബർ 6 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് 30-ാം തീയതിയാണ്. അപ്പോൾ 6-ാം തീയതി മുതൽ ലിങ്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് 30-ാം തീയതി വരെ, സെപ്റ്റംബർ 30 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫീസ് ഓരോ പേപ്പറിനും 3045 രൂപയാണ് വരുന്നത്. മാക്സിമം 5 പേപ്പറുകളാണ്. അപ്പോൾ 6th സെമസ്റ്ററിൽ ഓരോ പേപ്പറിനും 3045, അതുപോലെ 1105 രൂപ അഡീഷണൽ പേപ്പറുകൾക്ക്. നിങ്ങൾക്ക് 5 പേപ്പറിൽ അഡീഷണൽ ആയിട്ട് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1105 രൂപയുമാണ് ഫീസ്. അതുപോലെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 16,540 രൂപയാണ്. ഫോർ എൻ്റയർ കോഴ്സ് നമ്പർ ഓഫ് പേപ്പേഴ്സ് ഈസ് കൗണ്ടഡ് ഫോർ ദ എൻ്റയർ പ്രോഗ്രാം, നോട്ട് സെമസ്റ്റർ വൈസ്. അതായത് നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് അല്ല, നിങ്ങൾക്ക് മൊത്തമായിട്ട് നിങ്ങളുടെ പ്രോഗ്രാമിന് നിങ്ങളൊരു MA MSc MCom സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും 5 പേപ്പറാണ് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ്റെ മാക്സിമം ലിമിറ്റ് 16,540 രൂപയാണ് നിങ്ങൾക്ക് ഫീസായിട്ട് വരുന്നത്. അതുപോലെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമിനേഷൻ ഫീസ് അതിന് പുറമേ ആയിട്ടാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട്. അത് 555 രൂപയാണ് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റുഡൻസ് അവരുടെ അപ്ലിക്കേഷൻ്റെ ഹാർഡ് കോപ്പികളെല്ലാം യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതില്ല. അതുപോലെ എക്സാമിൻ്റെ ഡേറ്റ്, ഈ ഒരു തേർഡ് സെമസ്റ്റർ സപ്ലി എക്സാമിൻ്റെ ഡേറ്റ് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും, ഇപ്പോൾ നിങ്ങൾക്ക് തേർഡ് സെമസ്റ്റർ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് MA MCom MSc 2019 അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെ എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു എക്സാമിനേഷൻ സെൻറ്റർ സെയിം ആയിരിക്കും. സെമിനാർ ഹാൾ, ടാഗോർ നികേതൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പസിൽ സെമിനാർ ഹാളിൽ വെച്ചായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് മെത്തേഡ് SBI വഴിയോ ചലാൻ SBI ഈ പേയ്മെൻറ്റ് വഴിയൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടക്കാവുന്നതാണ്. ദ ഷെഡ്യൂൾ ഓഫ് ദ എക്സാമിനേഷൻ എന്ത് ചെയ്യും? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതായത് ടൈം ടേബിൾ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മറ്റ് ഡീറ്റെയിൽസൊക്കെ എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ സെമിനാർ ഹാളിൽ വെച്ചായിരിക്കും എക്സാം ഉണ്ടാവുക. നിങ്ങൾ കൊടുത്ത സെൻറ്ററുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് എഴുതിയിരുന്ന സെൻറ്ററുകളിലോ ആയിരിക്കില്ല. സെമിനാർ ഹാൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ചായിരിക്കും. അതുപോലെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ആയിരിക്കും. അപ്പോൾ ഇനിയും ഈ ഒരു തേർഡ് സെമസ്റ്ററിൽ എക്സാം നിങ്ങൾ എഴുതാതെ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സപ്ലിമെൻ്ററിയുടെയൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ വിവിധ ഇയർ ഓഫ് അഡ്മിഷൻ ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷനുള്ളിലായിട്ട് തന്നെ സപ്ലികളൊക്കെ എഴുതിയിട്ട് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. കാരണം പിന്നീട് നിങ്ങൾക്ക് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപാട് ഫീസ് കണ്ടില്ലേ, ഓരോ പേപ്പറിനും തന്നെ നല്ല ഫീസ് നിങ്ങൾ അടക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷനിൽ തന്നെ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആവാൻ ശ്രദ്ധിക്കുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക്